ചേച്ചി ചേച്ചി എന്നാ ചെന്നൈ പോന്നെ? ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പോവും. ചേച്ചിനെ എന്തെങ്കിലും പോകുമ്പോഴേ എന്നെയും കൂടെ കൊണ്ടുപോവാ. പിന്നെന്ത് കൊണ്ടുപോവാലോ? അല്ലെ തന്നെ ഞാൻ എന്തിനു കൊണ്ടുപോകണം? നീ ഒരു ട്രെയിൻ കയറി വാവച്ചേ. ഒറ്റയ്ക്കോ? പിന്നെ ആർക്കും ഇത്രയും വലിയ കുട്ടിയായില്ലേ, ഇനി ഒറ്റയ്ക്കൊക്കെ പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എന്റെ പൊന്നു മക്കളെ, തമാശ പറഞ്ഞേട്ടാ, ഇറങ്ങിയൊന്നും പോയിക്കളയല്ലേ. അക്കരല്ലേ ഞാൻ കൊണ്ടാ. ചേച്ചി അല്ലാണ്ട് വേറെ ആര് പിന്നെ മക്കളെ കൊണ്ട് കൊടുത്തോ? എന്തോന്ന് മക്കളെ കയ്യിൽ എണ്ണി പഠിക്കണ? തിരിച്ചോടിയാലാ? വേണ്ട ചേച്ചി, വാ. നമോ വാഗൻ റോക്സേ. ഞാനില്ലേ പറയണ്ടേ? നമോ വാഗം റോക്സേ. എവിടെ പോയിരുന്നു? അത് ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. കൊറേ നാളായല്ലേ, ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. എവിടെ പോയേക്കുമായിരുന്നു? ചേടാ ചേച്ചി തന്നെയല്ലേ ചോദിക്കാൻ വന്നേ? ഞാൻ ചോദിച്ചോളാം. കുറച്ചായാലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഒരു നീണ്ട തീർത്ഥയാത്രയിലായിരുന്നു. എവിടെ? കാശി, രാമേശ്വരം, മധുരൈ, പോണ്ടിച്ചേരി. കാശി രാമേശ്വരം രണ്ടിടത്തല്ലേ? അത് കാശി പോകാൻ പറ്റില്ല, കാശിലായിരുന്നല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി. കേറാൻ പറ്റുന്ന മാക്സിമം ഉള്ള അമ്പലങ്ങളിലൊക്കെ കയറി ദർശനം നടത്തി തിരിച്ച് ഇന്ന് രാവിലെ വീട്ടിലേക്ക്. സോളോ ട്രിപ്പ് ആയിരുന്നോ? അതെ. മധുരയിൽ പോയപ്പോ കനയാനിയുടെ അപ്പയെ കണ്ടായിരുന്നു. അയ്യോ, അത് അവിടെ ആയിരുന്നല്ലേ, ഞാൻ വിട്ടുപോയി. അത് പോകാൻ പറ്റില്ല, ഇനി ഒരു ദിവസം പോവാം. എന്തായി തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് മനസ്സിന് ശാന്തി കിട്ടിയിരിക്കണോ? നന്നായി കിട്ടി. ഉത്തമം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു അമ്പലത്തിലെ പ്രസാദം സ്പെഷ്യലാ, ലഡു. കഴിച്ചാലും? 2 എണ്ണം എനിക്ക്. അല്ലല്ല, ചേച്ചിയും കൂടെ കൊടുക്കണം. കൊടുക്ക്. റോക്സിനൽപ്പം? അല്ല വേണ്ട, ഞാൻ കഴിച്ചായിരുന്നു. ലഡു മാത്രല്ല, മുന്തിരിയും ഉണ്ട് അതില്. ശിവാനിക്ക് വേണ്ടി ഞാൻ മധുരന്ന് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ, കുപ്പിയോളയാണോ? അല്ല. പിന്നെ മുത്തുമാലയാണോ? അതും അല്ല. പിന്നെന്തുവാ, കമ്മലാണോ? അതും അല്ല, വേറൊരു സാധനം. മുറുക്കാനാണോ? അല്ല, മുറുക്കാനൊന്നുമല്ല. ഇതേ മധുരയിലെ ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ഒരു സ്വാമി പൂജിച്ച് തന്നു വിട്ടതാ. ആർക്ക്? ശിവാനിക്ക്. എന്തിനാ? ഇത് കൈ കെട്ടിക്കഴിഞ്ഞാല് ഐശ്വര്യവും പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാവുന്ന സ്വാമിജി പറഞ്ഞത്. എനിക്കൊന്നും വേണ്ടെന്തായാലും. അങ്ങനെ പറയല്ലേ ശിവാനി. ശിവാനി അമ്പലത്തിലൊക്കെ പോകുന്നല്ലേ, ദൈവകോപം ഉണ്ടാവും. ഇത് കെട്ടിക്കോ, നല്ലതാ, ഐശ്വര്യം ഉണ്ടാവും. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ ശിവാനി, ഇത് കൈ കെട്ടണം. ശിവാനിയുടെ പേര് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. അതിന് തനിക്ക് നക്ഷത്രം. മീനം മാസത്തിൽ ഉത്രട്ടാതി നാളിൽ രാവിലെ 11:51 ജനനം അല്ലേ? അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് തന്നെ ഇത്. നമ്മുടെ അമ്മൂമ്മയ്ക്ക് ഒരു ഇത്രയും കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് വാങ്ങിക്കു ശിവാനി. എനിക്ക് വേണ്ടടോ. അങ്ങനെ പറയല്ലേ, നെഗറ്റീവ് എനർജി തിരിച്ചടിക്കും ശിവാനിക്ക്. അത് മാത്രല്ല, പഠിക്കേണ്ട ബുദ്ധിയും പോലുള്ള ഐശ്വര്യവും താന്നു. ചേച്ചി മേടിച്ചോ? അല്ലെങ്കിൽ തന്നെ പഠിക്കാനുള്ള ബുദ്ധിയില്ല. ഉള്ള ബുദ്ധിയും കൂടെ പോയി കഴിഞ്ഞ് മേടിക്ക്, നല്ലതാ. ഉപകാരങ്ങൾ ഇനി ചെയ്യരുത് കേട്ടോ. എന്തേ? നല്ലതല്ലേ, ഞാൻ ചെയ്തോളൂ. ചേച്ചി ചർച്ച കെട്ടുന്നില്ലേ? എന്നാ പിന്നെ ഞാൻ കെട്ടി തരട്ടെ? നീ കെട്ടിയ മുറുകൂല മക്കളെ, നല്ല മുറുക്കി കെട്ടണം. അളിയുണ്ടല്ലോ, നമുക്ക് അളിയെ കൊണ്ട് കെട്ടിപ്പിക്കാം. അളിയോ, എന്താണ്? ലഡു വഴി ലഡു അളിയാ, ഒരു ഹെൽപ്പ് ചെയ്യോ? ഇത് പിടിച്ചേ, ഇതൊന്ന് നല്ല മുറുക്കി കൈ കെട്ടി തന്നെ. കെട്ടിത്തരാലോ. നല്ല ടൈറ്റ് ആയിട്ട് കെട്ടണേ.
ഈ ചരട് എവിടെ നിന്ന് കിട്ടി? അത് ഷിബുറോക്സ് ചേച്ചിക്ക് കൊടുത്തതാ. ഷിബുറോക്സാ? ഓ, പുള്ളി ഒരു തീർത്ഥാടന യാത്രയിലായിരുന്നു അത്രേ. രാമേശ്വരം, മധുരൈ, പോണ്ടിച്ചേരി. മധുരൈ പോയപ്പോഴത്തേക്കും ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പൂജാരിയുടെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ടി ജപിച്ചു വാങ്ങിയതാ. എന്തിന്? അത് ഐശ്വര്യം കിട്ടാനും പിന്നെന്തായിരുന്നു പഠിക്കുമ്പോ ബുദ്ധി വികസിക്കാനും. ഓ, അതിനു വേണ്ടിട്ട്. അപ്പൊ ഇനി ഐശ്വര്യവും പഠിക്കുന്നതൊക്കെ ഭയങ്കര കൂടുതലായിട്ടായിരിക്കുമല്ലോ. ഓ, കൊച്ച കാളെ. എന്തായാലും നല്ലതിനായിരിക്കുന്നേ. നല്ലതിനായിരിക്കും. രസമുണ്ടല്ലേ? സൂപ്പർ. എത്തിയാ? ചരടാ കൂട്ടുകാരുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലാ പോയേ? കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ പോയത്. ഇത് എനിക്ക് റോക്സ് നടത്തുന്നതാ, അങ്ങ് മധുരേന്ന്. ഷിബുവാ? ഓ, ഇത് ഷിബു കൊണ്ടുവന്നതാ? ആ, മധുരയില് ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടില് ഒരു സ്വാമി അടുത്തുനിന്ന് എനിക്ക് വേണ്ടി ജപിച്ചു വാങ്ങിയതാ. അപ്പം ഇതാ? ഇത് റോക്സ് ആണത്. പ്രസാദ, എല്ലാരും കഴിച്ചോ? ഇത് നീ കഴിച്ചാ? ഓ, പാറുവേ, നീ അകത്ത് പോ. എന്തിനമ്മായി? പോവാൻ. എന്തിനിപ്പോ ഉള്ളത് അതോട്ട് കയറിപ്പോൻ പറഞ്ഞു? എന്റെ പൊന്ന് സിദ്ധുവേ, ഇതവന്റെ കാഞ്ഞ ബുദ്ധിയാണെങ്കിലോ? എന്തോന്നിന്? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. അതിന്? അതെ, ഇതവൻ വല്ല ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് കൊണ്ടുവന്നയാണെങ്കിലാ. എന്തിന്? നിന്നെ വശീകരിക്കാൻ. അന്നപ്പോ തന്നെ എടുത്ത് കൈ കെട്ടിയേക്കണം. അയ്യേ, അങ്ങനൊന്നുമില്ല കേട്ടോ. പുള്ളി അങ്ങനൊന്നും ചിന്തിക്കൊന്നുമില്ല. അല്ലേളിയാ? അവൻ മോഡറാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. ബലം കണ്ടു തുടങ്ങുമ്പോ പഠിക്കും. എന്ത് ബലം? ബലോ? ഇവള് അവന്റെ ചാക്കിലാവും. ഒഞ്ഞു പോ അമ്മായി അവിടുന്ന്. അങ്ങനെയാണെങ്കിൽ പയ്യന്മാർക്ക് ഇതുപോലത്തെ ചരട് പ്രേമിക്കുന്ന പെമ്പിള്ളാരുടെ കയ്യിൽ അങ്ങ് കെട്ടിക്കൊടുത്താ പോരെ, ചാക്കിലാവുമല്ലോ. കഷ്ടപ്പെട്ട് പ്രേമിക്കേണ്ട കാര്യവുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല ശിവ, ഇത് എവിടെ നിന്ന് പോയിച്ചുണ്ടോന്നു പറഞ്ഞു? അത് മധുരയിലുള്ള ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള ഒരു സ്വാമിയുടെ അടുത്തൊന്ന് എനിക്ക് വേണ്ടി ജപിച്ച് വാങ്ങിക്കൊണ്ട് വന്നതാണ്. മധുരേ സ്വാമി ജപിച്ചതും? അപ്പൊ എന്റെ നിഗമനം അനുസരിച്ച് ആ നിഗമനം ഒന്നും അനുസരിക്കാനില്ല, അത് ഫുള്ള് തെറ്റാണ്. ആക്കിലാവുമ്പോൾ പോലും. എന്റെ പൊന്ന് സിദ്ധുവേ, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയണതാണ്. അനുഭവമോ? എന്തോന്ന് അനുഭവം എന്ന് പറഞ്ഞു കേക്കണോ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കൊച്ച് ഇതുപോലൊരു ചരട് എനിക്ക് കൊണ്ട് തന്നു. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ച് എന്തിനീ ചരടെന്ന്. അപ്പൊ അവള് പറഞ്ഞ് ഈ ചരട് കൈ കെട്ടിയ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കിട്ടുമെന്ന്. ഞാൻ അത് വിശ്വസിച്ച് കയ്യിലെടുത്ത് കെട്ടി. 3 പരീക്ഷയ്ക്ക് അടുപ്പിച്ചുള്ള 3 പരീക്ഷയ്ക്ക് 8 തന്നെ ഞാൻ പൊട്ടി. പിന്നെയാണ് മനസ്സിലായത് ഈ ചരട് കെട്ടിയോണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയെന്ന്. എന്റെ പൊന്നമ്മ ഒന്ന് പോയ അവിടുന്ന്. പരീക്ഷയ്ക്ക് പഠിക്കാതെ ആര് പോയി എഴുതി കഴിഞ്ഞാലും അവര് പൊട്ടും. എന്റെ പൊന്ന് സിദ്ധു, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഒന്ന് പോ അമ്മായി, ചുമ്മാ അന്ധവിശ്വാസം കൊണ്ട് വന്നേക്കും. കുഴപ്പാവോ? കഴിക്കാം. ഞാൻ അടിച്ച നെഗറ്റീവ് അടിക്കൂ തിരിച്ച്. കിടക്കട്ട്. ശിവ, എന്തായി? തുടങ്ങിയുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. തുടങ്ങിയാ? എന്ത് എന്ത്? ബുക്ക് വായന. ഞാൻ ബുക്കിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ കൈ കെട്ടിയ ചരടേ അവനോട് എന്തെങ്കിലും ചാഞ്ചാട്ടം? ചാഞ്ചാട്ടോ? എന്റെ വായിലിരിക്കുന്ന കേക്കല്ലേട്ടാ, ഒന്ന് പോയാണമ്മായി. അടേ, നിനക്ക് ഒരു മാറ്റവും തോന്നുന്നില്ലേ? എനിക്കൊരു മാറ്റവും തോന്നുന്നില്ല. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിവ, ഒന്നും കൂടി. അമ്മായി ചുമ്മാ അതിട്ട് ഇളക്കല്ലേ, പൊയ്ക്കേ. അല്ല ശിവ, പണ്ടേ ഇങ്ങനെ വിട്ടുപോ വിട്ടുപോ വിട്ടുപോ. പൊക്ക പൊക്ക പൊക്ക. ചിലപ്പോ സമയം എടുക്കുമായിരിക്കും. എന്ത് എന്ത് എന്ത്? അല്ല
ഒരു മാറ്റവും തോന്നണല്ലേ? ഒരു മാറ്റവും തോന്നുന്നില്ല. ഉടായ്പം കൊണ്ട് ഇറങ്ങിക്കോളും. പിന്നെ മാറ്റം തോന്നുന്നു പോലും. എന്തോന്ന് മാറ്റം തോന്നാനായിട്ട്? മാറ്റം തോന്നുവോ? ഇതുവരെ മാറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനിയും സംഭവിക്കാൻ പോണില്ല. അതിൽ തന്നെ ഒരു ചരടോണ്ട് എന്നെ വശീകരിക്കാൻ പറ്റില്ലടോ ഷിബു റോക്സേ. ഹലോ, എന്താണ് ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങണോ? ഓ തന്നെ. എന്താ അങ്ങോട്ട് തന്നെ നോക്കൊണ്ടിരിക്കണേ? അളിയ അവിടെ 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 ആരും ഇല്ലല്ലോ. അവിടെ ആരും ഇല്ല. പോയാ? ആര് പോയോന്ന്? അല്ലളിയാ, അവിടെ ആരും നിക്കണ പോലെ തോന്നി എനിക്ക്. അവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നിയതായിരിക്കും അല്ലേ? തോന്നിയതായിരിക്കും. ഭഗവാനെ, അമ്മായി പറഞ്ഞ പോലെ കൂടോത്രം വല്ലതും വലിച്ചു തുടങ്ങിയതാണ്. നോ നോ നോ, ഫുൾ തോന്നലാണ്. തോന്നല് മാത്രം. പക്ഷെ ഞാൻ കണ്ടാണല്ലോ. അല്ല, ഇപ്പൊ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റൊന്നും തോന്നുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തോ അമ്മായി കാര്യം? ബ്ലാക്ക് മാജിക്. പിന്നെ ബ്ലാക്ക് മാജിക് അങ്ങനൊന്നും ഇല്ല. അമ്മായി, ബ്ലാക്ക് മാജിക് എന്ന് വെച്ചാൽ എന്തുവാ? ബ്ലാക്ക് മാജിക് എന്ന് വെച്ച ഒന്നുമില്ല. നീ കയറി പോക്കോ. പോക്കോ. പറ അമ്മായി. വാ. ശിവ, നീ എന്തുവായി ആലോചിച്ചോണ്ടിരിക്കുന്നേന്ന്? அம்மா அவ ஏதோ சீரியஸான விஷயம் திங்க் பண்ணிட்டு இருக்காமா. അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്, എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേന്ന്. അമ്മുമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ. ഈ പെൺകുട്ടികളെയൊക്കെ വശീകരിക്കാനായിട്ട് വല്ല മന്ത്രമുണ്ടോ? അതിനിപ്പോ നീ ആരെയാ വശീകരിക്കാൻ പോന്നേ? അയ്യോ, എനിക്ക് ആരെയും വശീകരിക്കാനല്ല, ചുമ്മാ അറിഞ്ഞിരിക്കാനായിട്ട്. പറഞ്ഞെന്തെങ്കിലും ഉണ്ടാ? ഒന്ന് പോവച്ചേ അവിടുന്ന്. അമ്മുമ്മ, എന്തോന്ന് അമ്മുമ്മ ഇത് പറ, അറിയാമെങ്കില്. അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അതിപ്പം ഞാൻ ആർക്കിടെക്ചർ ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അമ്പലം ആണെങ്കിലും പണിയേണ്ട വരുമ്പോഴത്തേക്കും വാസ്തുശാസ്ത്രത്തിന്റെ ഒരു പരിപാടി എന്തിനൊക്കെ അറിയുന്നതൊക്കെ പറഞ്ഞാൽ പോരെ, അറിയുമെങ്കിൽ പറ ഇങ്ങോട്ട്. അത് ഈ ഗന്ധർവന്മാർക്കൊക്കെ വശീകരിക്കാൻ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗന്ധർവനോ? ഈ ഗന്ധർവന്മാരെ ഭൂമി വന്ന് പെമ്പിള്ളാരെ വശീകരിക്കുമെന്നൊക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഈ ഗന്ധർവനൊന്നും അല്ല മുമ്മ. അല്ലാണ്ട് ഈ മനുഷ്യർക്ക് മനുഷ്യരെ വശീകരിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും പരിപാടി? എനിക്കതൊന്നും അറിയത്തില്ല. அதென்ன சிவா நீ அப்படி கேட்ட? ആൻറ്റി, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആൻറ്റി, ഈ മധുരൈ പക്കം ഒരാൾക്ക് വേറൊരാളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഈ
ചരട് ജപിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ വല്ല മന്ത്രം ജപിച്ചു കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്കറിയോ? அப்படி கேட்டா நான் இதெல்லாம் கேள்விப்பட்டிருக்கேன் ஆனா நான் பார்த்ததில்லப்பா. ഇല്ലല്ലേ? ഞാനൊരു എക്സാമ്പിൾ തരാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ തരാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ വേറൊരാൾക്ക് ഒരു ചരട് ജപിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ, വിചാരിക്കണേ. അങ്ങനാണെങ്കിൽ ആ ചരട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മള് അയാളിലേക്ക് കൈവശപ്പെട്ടു പോവാനോ വശീകരിക്കപ്പെട്ടു പോവാനോ ചാൻസ് ഉണ്ടോ? ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് നീ എന്തിനാ മധുര വരെ പോന്നേ? ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നല്ലേ പറഞ്ഞു കേൾക്കുന്നേ. പക്ഷെ ഇത് മധുരന്നാണല്ലോ വന്നത്. മധുരന്നോ? അല്ല, ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഉള്ളതാണോ? എനിക്ക് അറിഞ്ഞൂടാ ഉള്ളതാണോ കള്ളമാണോ. ചിലര് വിശ്വസിക്കും, ചിലര് വിശ്വസിക്കത്തില്ല, അത്രേ ഉള്ളൂ. ஆனா சிவா, சிலவங்க மத்தவங்களுக்கு துரோகம் செய்யணும்னே நினைச்சிட்டு ஏதாவது பூஜா வழிபாடெல்லாம் செய்வாங்க. சிலது பலிக்கும், சிலது பலிக்காது. അപ്പൊ ചിലത് ബലിക്കുമല്ലേ? അയ്യോ, എന്താ? ഒന്നുമില്ല. ശിവ, ഇപ്പൊ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? എന്തോന്ന് മാറ്റം? അല്ല, ഈ മന്ത്രച്ചരടിന്റെ മന്ത്രോ? എന്ത് മന്ത്രം? അങ്ങനെയല്ല, ചില മന്ത്രച്ചരടിന്റെ ഫലമൊക്കെ ചിലപ്പം കണ്ടു തുടങ്ങും എന്ന് പറയുമായിരുന്നു. എന്ത് മന്ത്രച്ചരട്? അല്ലമ്മ, ഇവളെന്തെങ്കിലും അമ്മയടുത്ത് ചോദിച്ചായിരുന്നോ? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ മുമ്പേ. ആണോ ചേച്ചി? ഇവളെന്തെങ്കിലും ചേച്ചിട്ട് ചോദിച്ചായിരുന്നോ? இல்ல, ஆனா கந்தர்வன் மந்திரம் அந்த மாதிரி எல்லாம் சொன்னான். ഗന്ധർവനാ? ശിവ, അത് പഠിത്തത്തിന്റെ കാര്യത്തിനാണ്, വാസ്തുശാസ്ത്രം. പോയാണ് അമ്മായി അവിടെ നിന്ന്. എന്താ ഗൗരി? എന്താ? ഒന്നുമില്ല. என்னம்மா? ഞാനിവിടെ ഇരിക്കല്ലായിരുന്നോ? ഞാൻ ചോദിക്കുന്നൊക്കെ നീ കേട്ടില്ലയോ? എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? நான் ஒன்றும் கேட்கல. ശിവാനി, ആരാ? ഞാൻ ഗന്ധർവൻ. ഗന്ധർവനോ? ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. എന്നിട്ട് എവിടെ? വാ. എവിടെ? ഗന്ധർവൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ ശരിക്കും കാണുന്നേ. ഗന്ധർവന്റെ പേരെന്താ? ഷിബു. ശിവാനി പോരുന്നു എൻ്റെ കൂടെ? എങ്ങോട്ട്? ഗന്ധർവലോകത്തേക്ക്. എന്നാൽ വന്നാലും സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം. പോവാം. ഭഗവാനെ, ബലിച്ചു തുടങ്ങിയ ഇതിങ്ങനെ അഴിച്ച നെഗറ്റീവ് എനർജി തിരിച്ചടിക്കുവോ? എന്ത് കഷ്ടമാണിത്. റോക്സേ, താ എവിടെയാണ്?
തന്നെ ഒന്ന് കാണണം. സമാധാനം കളയാൻ ഓരോന്നും കൊണ്ട് ഇറങ്ങിക്കോളും അങ്ങേര്. വാടോ കൂടോത്രക്കാരാ, തരുണ്ട് ഞാൻ. എന്താ ശിവാനി കാണണോന്ന് പറഞ്ഞേ? സത്യം പറടോ, താൻ എന്തോ കൂടോത്രം ചെയ്ത ചരടല്ലോ ഇത്. കൂടോത്രോ? എനിക്കറിയാം, താൻ എന്നെ വശീകരിച്ച് ചാക്കിലെക്കാൻ വേണ്ടിട്ട് എന്തോ കൂടോത്രം ചെയ്തിട്ടല്ലോ ഈ ചരട് എനിക്ക് തന്നത്. ഞാനോ? ആ നോൺസെൻസ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. ഇല്ലാത്തൊന്നല്ല, ഇത് എന്തോ കൂടോത്രം ഉണ്ട്, എനിക്കറിയാം. ഇതിലൊരു കൂടോത്രവും ഇല്ല. ഇത് മറ്റേ മധുരമുള്ള സ്വാമിയെ ശിവാനിക്ക് ഐശ്വര്യവും പഠിക്കാൻ നല്ല ബുദ്ധിയും വരാൻ വേണ്ടി ജപിച്ചെന്ന ചരടാ അത്. ഇത് താൻ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കൂടോത്രക്കാരാ. അല്ല ശിവാനി, സത്യമായിട്ടല്ല. ഇത് ശിവാനി വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കൂല. ശിവാനി ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടോ? അതുണ്ട്. എനിക്ക് ഇതും വിശ്വസിക്കണം. ഞാൻ ദൈവത്തിനെ വിശ്വസിച്ചോളാം, എനിക്ക് തന്നെ വിശ്വാസമില്ല. ഞാൻ അടിക്കാൻ പോണു. അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യവും പഠിച്ചു വെച്ചിരിക്കണോ ഇതൊക്കെ പോവും അങ്ങ്. ഞാൻ അടിക്കാൻ പോണു. അടിക്കരുത്. കണ്ട അടിക്കരുത്. സത്യം. എന്തോന്ന് ഫോൺ അടിച്ചതാ? ഫോൺ അടിച്ചിരുന്ന കോളേജിന് സാറാ? കോളേജിന്ന്? ഹലോ സാർ, റിസൾട്ട് വന്നാച്ചാ? ഇവളോ സീക്രമാ? ദൈവമേ, തോറ്റാ. സ്വാമി ചതിച്ചെന്ന് തോന്നുന്നു. ഞാനാ? ഇല്ല, അപ്പടി വര മുടിയാത്. മൊത്തത്തിലും തോറ്റായിരിക്കോ? മൊത്തത്തിലാ? അയ്യോ, ആമാ സാർ. അയ്യോ ശരി സാർ. അതെ, ചിലപ്പം സ്വാമി തന്ന നൂല് വല്ല മാറിപ്പോ കാണും. അതുകൊണ്ടായിരിക്കും. ഞാനല്ല ഇതിന് ഉത്തരവാദി. സത്യമായിട്ട്. എന്തിന്? എന്നെ കൊല്ലാനല്ലേ? എന്തു പറ്റി? ജയിച്ചാ? സ്വാമി കലക്കി. കണ്ടില്ലേ എന്റെ ചരടിന്റെ പവറാ. എന്റെ ചരടിന്റെ ഒന്നുമല്ല, ഞാൻ പഠിച്ചോണ്ട് ടോപ്പറായത്. പവറില്ലാത്ത ചരട് ഇങ്ങനെ അഴിച്ചു തന്നേക്ക്. അത് ഞാൻ സമയം പോലെ അഴിച്ചോളാം. പവറില്ലാത്ത ചരടല്ല. എന്തിനാ വെറുതെ? താങ്ക് യു. എന്തിന് പവറില്ലാത്ത ചരടിന് താങ്ക് യു? ഓ വേണ്ടെങ്കി വേണ്ട. എന്തായാലും സ്വാമി പൊളിച്ച്. അല്ല, ശിവാനി ടോപ്പറായത് സ്വാമിയുടെ പവറാണ്? ശിവാനി പഠിച്ചിട്ടാണ്? ശിവാനി പഠിച്ചിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തോരോ ചരട് വാങ്ങിച്ച് കെട്ടിയിരിക്കണം, എന്നിട്ട് ഞാൻ ജയിച്ചില്ലല്ലേ? ശിവാനി പഠിച്ചിട്ടാ. എന്റെ ഒരു അന്ധവിശ്വാസം. എന്തായാലും ജയിച്ചു. ക്രെഡിറ്റ് എനിക്കിരിക്കും.